നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് വീണ്ടുമെന്നും ആരോപണം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. വോട്ടെടുപ്പിൽ BJP മിനിമോൾക്ക് വോട്ട് ചെയ്തു. മറ്റത്തൂരിലേത് കോൺഗ്രസ് BJP സഖ്യമെന്ന് സ്ഥിരീകരിക്കുന്നതാണ് നല്ലതെന്നും LDF. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലം കുന്നിൽ സഹോദരിമാരുടെ കൂട്ട ആത്മഹത്യാ ശ്രമം. സഹോദരിമാരായ 3 പേരാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച 75 വയസ്സുകാരി സരോജിനി മരിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ പുതിയതായി വിരമിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന വാലിഡേഷൻ ആക്ട് 2025 എന്ന കേന്ദ്ര നിയമം റദ്ദാക്കണമെന്ന് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. BJP കോൺഗ്രസ് വിമത സഖ്യത്തിൽ നിന്ന് മത്സരിച്ച മിനിമോൾക്കും LDFിലെ ബിന്ദു മനോജ് കുമാറിനും 11 വോട്ടുകൾ വീതം ലഭിച്ചു. നറുക്കെടുപ്പിലൂടെയാണ് മിനിമോൾ വൈസ് പ്രസിഡന്റായത്. കോൺഗ്രസ് വിമത സഖ്യത്തിലെ അക്ഷയ് സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഇതോടെ മറ്റത്തൂരിൽ കോൺഗ്രസ് BJP സഖ്യമെന്ന ആരോപണം വീണ്ടും ഉയർന്നുവന്നു. BJP പിന്തുണയോടെയാണ് ഇവിടെ പ്രസിഡന്റും അധികാരത്തിലെത്തിയത്. മറ്റത്തൂർ പഞ്ചായത്തിനകത്ത് നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന നൂർജഹാൻ നവാസ് രാജിവെച്ചതിൻ്റെ ഭാഗമായി ഇന്ന് വൈസ് പ്രസിഡന്റ് ബൈ ഇലക്ഷൻ നടക്കുകയായിരുന്നു. ആ ബൈ ഇലക്ഷനിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞത് കൈപ്പറ്റിയിൽ വോട്ടഭ്യർത്ഥിച്ച് വിജയിച്ചുവെന്ന മിനി ടീച്ചറെ BJPയുടെ 4 പേരും പിന്തുണയ്ക്കുകയും അങ്ങനെ വീണ്ടും മറ്റത്തൂരിനകത്ത് കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിൻ്റെ വാർഷിക സമാധിനം ആചരിക്കുന്ന ഘട്ടത്തിൽ ആ മഹാത്മാഗാന്ധിയുടെ ഈ സമാധി ദിനം ആചരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് ബൈ ഇലക്ഷൻ നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിലവിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചപ്പോഴാണ് ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തത്. അതിനുശേഷം നൂർജഹാൻ നമ്മൾ വൈസ് പ്രസിഡന്റാണ് രാജിവെച്ചത്. ആ രാജിവെച്ചപ്പോൾ ജനുവരി 6 തീയതി രാജിവെക്കുന്നു. ഇത്ര ദിവസമായിട്ടും അവർ കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കില്ല. അപ്പോൾ അവർ നിലവിൽ അവർ സ്വതന്ത്രമായിട്ട് നിന്ന് ഞങ്ങളുടെ സംഘടന തലത്തിലുള്ള ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രർക്ക് നമുക്ക് പിന്തുണ കൊടുക്കാം. കാരണം CPM-നും കോൺഗ്രസിനും നമ്മൾ പിന്തുണ കൊടുക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും PSCയെ നോക്കുകുത്തിയാക്കിയെന്നാരോപിച്ച് ശബരിമല SIT അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ചുമായിരുന്നു മാർച്ച്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലം കുന്നിൽ സഹോദരിമാരുടെ കൂട്ട ആത്മഹത്യാ ശ്രമം. സഹോദരിമാരായ 3 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച 75 വയസ്സുകാരി സരോജിനി മരിച്ചു. സഹോദരിമാരായ 83 വയസ്സുള്ള ജാനകിയും 80 വയസ്സുള്ള ദേവകിയും ഗുരുതരാവസ്ഥയിലാണ്. ഇരുവരെയും വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അയൽവാസികൾ കണ്ടതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസിനെ വിവരമറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്താണ് കാരണമെന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. മുള്ളൂർക്കരയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. ആറ്റൂർ സ്വദേശി 62 വയസ്സുള്ള ഉസ്മാനാണ് മരിച്ചത്. മുള്ളൂർക്കരയ്ക്കും ആറ്റൂരിനുമിടയിൽ വണ്ടിപ്പറമ്പ് എന്ന സ്ഥലത്തായിരുന്നു അപകടം. സംസ്ഥാന ബജറ്റിൽ സംസ്ഥാന ജീവനക്കാരെ വഞ്ചിച്ചുവെന്നാരോപിച്ച് കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് കമ്മിറ്റി പുതുക്കാട് സബ് ട്രഷറി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി.
ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് KP ദിബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം IB മനോജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺലി മാത്യു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി ആന്റണി, ബ്രാഞ്ച് സെക്രട്ടറി വിനോദ് M, ബ്രാഞ്ച് ഭാരവാഹികളായ ജോഷി കൊള്ളന്നൂർ, AS രാഗേഷ്, റിച്ചാർഡ് KR, ഷിബു, അൻവർ എന്നിവർ പ്രസംഗിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, നേതാക്കളായ O വിജയൻ, സനൽ മഞ്ഞളി, ജെൻസൺ കണ്ണത്ത്, ഹരൺ ബേബി, റോസ്മേരി ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി ജാഗ്രതാ വേദിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. ജാഗ്രതാ വേദി കൺവീനർ KK ജോസ് അധ്യക്ഷനായി. ജോജോ പിണ്ടിയാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീൽജി സുധീഷ്, ലൈസ ജിജോ, സിനി ബിജു, ജിൻസി ബിജു, പ്രിൻസ് ജോസ്, ജിൻസി പാലത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ പുതിയതായി വിരമിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന വാലിഡേഷൻ ആക്ട് 2025 എന്ന കേന്ദ്ര നിയമം റദ്ദാക്കണമെന്ന് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. പുതുക്കാട് പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VB ശോഭന അധ്യക്ഷയായിരുന്നു. കലാകായിക മത്സര വിജയികൾക്ക് പ്രസിഡന്റ് സമ്മാനദാനം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജോളി ചുക്രിയെ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു, ആരതി P മാണി, CK ജോസഫ്, MV യതീന്ദ്രദാസ്, PV ശാർഗദൻ, ML ആൻഡ്രു, K സദാനന്ദൻ, CR സുരേഷ്, TM രാമൻകുട്ടി, UV രാധ, KJ ലോലർ, PP ടെസി തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. VB ശോഭന കുമാരിയെ പ്രസിഡന്റായും CK ജോസഫിനെ സെക്രട്ടറിയായും ML ആൻഡ്രുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷം വെള്ളിയാഴ്ച നടക്കും. ജനുവരി 30 രാവിലെ 5:45 7 മണിക്കും വിശുദ്ധ കുർബാനകൾ നടക്കും. വൈകിട്ട് 7 ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം, സൗണ്ട് ഷോ, വർണ്ണവിസ്മയം എന്നിവയും ഉണ്ടായിരിക്കും. 31 രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂട് തുറക്കൽ തിരുക്കർമ്മങ്ങൾ നടക്കും. ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ കാർമ്മികനാകും. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമ്മികനാകും. തിരുനാൾ ദിനം ഫെബ്രുവരി 1 രാവിലെ 5:30, 7, 9 സമയങ്ങളിൽ വിശുദ്ധ കുർബാനകൾ. രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന. ഫാദർ ഇലോയ് ചിറമലാണ് മുഖ്യ കാർമ്മികൻ. ഫാദർ ഷിൻഡോ കുളങ്ങര സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഷൈജോ പാറമേൽ കാർമ്മികനാകും. തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 2 രാവിലെ 5:45 വിശുദ്ധ കുർബാന, മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും തുടർന്ന് ഒപ്പീസ്, വൈകിട്ട് വിശുദ്ധ കുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും. ഫെബ്രുവരി 7 രാത്രി 7 മണിക്ക് പള്ളി അങ്കണത്തിൽ മെഗാ മ്യൂസിക് ഇവന്റ് അരങ്ങേറും. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ NCCയുടെയും NSSന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ അധ്യക്ഷനായി. NCC കെയർടേക്കർ T ലിൻഡോഷ് ജോൺ, NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, വകുപ്പ് മേധാവികളായ CJ സിൻഡോ, NP സെബി, സീനോ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹിക സേവനം നന്മയ്ക്ക് എന്നതിനെ ആസ്പദമാക്കി കോളേജ് വിദ്യാർത്ഥികൾ പരിസരം ശുചീകരിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ അഹിംസ, സത്യം, സമാധാനം, ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഗാന്ധിജിയുടെ മൂല്യങ്ങൾ പിന്തുടരാനും വാക്കിലും പ്രവൃത്തിയിലും അഹിംസ നിലനിർത്താനും വിദ്വേഷമില്ലാത്ത ഒരു സമൂഹത്തിനായി പ്രവർത്തിക്കാനും ഈ ദിവസത്തിൽ ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. BJPയുടെ കൈപ്പിടിച്ച് കോൺഗ്രസ് രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വീണ്ടും വെടിയുതിർക്കുന്നു എന്ന് LDF. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ തന്നെ മറ്റത്തൂരിൽ BJPയുമായി കൂട്ടുകൂടി കോൺഗ്രസ് നടത്തിയ ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയ കളി രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വീണ്ടും വീണ്ടും വെടിയുതിർക്കുന്നതായെന്ന് LDF നേതാക്കൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാനുള്ള ബിജെപിയുടെ ഗൂഢപദ്ധതിയുടെ പരീക്ഷണമാണ് മറ്റത്തൂരിൽ നടക്കുന്നതെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. വെള്ളിയാഴ്ച നടന്ന മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണയോടെ MV മിനി വൈസ് പ്രസിഡന്റായത് ഇതിന് തെളിവാണ്. വീണ്ടും ബിജെപി പിന്തുണ സ്വീകരിച്ച സാഹചര്യത്തിൽ നേരത്തെ ബിജെപി പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് രാജിവെച്ചത് എന്തിനാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. മറ്റത്തൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്ന പേരിൽ കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന രാഷ്ട്രീയ വിശദീകരണ യാത്ര ബിജെപി മാറ്റിവെച്ചത് കോൺഗ്രസുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്നുള്ളതിന്റെ സൂചനയാണെന്നും LDF പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണ സ്വീകരിക്കാനുണ്ടായ കാരണം സ്വതന്ത്രനായ താൻ LDFനൊപ്പം ചേർന്നതുകൊണ്ടാണെന്ന് ന്യായീകരിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി പിന്തുണ സ്വീകരിച്ചതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് LDF നേതാക്കൾക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത KR ഔസേബ് ചോദിച്ചു. മറ്റത്തൂരിലെ അവിശുദ്ധ സഖ്യം നടത്തുന്ന ജനാധിപത്യ ധ്വംസനത്തിനെതിരെ LDF സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. MR രഞ്ജിത്ത്, PK കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KR ഔസേബ്, CC ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ 9:30 കല്ലൂർ VLP സ്കൂളിൽ നടക്കും. രാവിലെ 9:30 തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. KSSPU തൃക്കൂർ യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതി അധ്യക്ഷയാകും. ഡ്രൈഡേ ദിനത്തിൽ മദ്യവും നിരോധിത പുകയില വസ്തുക്കളുടെ വിൽപ്പന നടത്തിയ കേസിൽ ആലത്തൂർ പരുത്തിപ്പുള്ളി മാറിയൽക്കാട് വീട്ടിൽ കണ്ണൻ എന്ന സുന്ദരനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. തൃശൂർ പാറമേക്കാവ് ക്ഷേത്ര മുൻവശത്ത് ചായ, എണ്ണക്കടികൾ, സ്റ്റേഷനറി കച്ചവടം നടത്തുന്ന പെട്ടിക്കട കേന്ദ്രീകരിച്ചാണ് മദ്യം, പുകയില വസ്തുക്കൾ വിൽപ്പന നടത്തിയത്. കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായി ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഡ്രൈഡേ ആയതിനാൽ മദ്യവിൽപ്പനയും ഉണ്ടായിരുന്നു. 6 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, വിവിധ ബ്രാൻഡുകളിലായി നിരവധി മദ്യക്കുപ്പികളും കണ്ടെടുത്തു. കട നടത്തിപ്പുകാരൻ ശിവരാമനെ എക്സൈസ് സംഘത്തെ കണ്ട് ഓടിപ്പോയി. ശിവരാമന്റെ സഹായിയാണ് പിടിയിലായ കണ്ണൻ. എക്സൈസ് ഇൻസ്പെക്ടർ സുധീറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VA ഉമ്മറുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നത്. പ്രിവന്റീവ് ഓഫീസർ സിജോമോൻ, ലത്തീഫ്, മുജീബ്, ഷൈജു എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. കുറ്റൂർ നെയ്തലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റക്കാരായ 1-2 പ്രതികൾക്ക് 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് K കമനി ശിക്ഷ വിധിച്ചു. കുറ്റൂർ നെയ്തലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റക്കാരായ 1-2 പ്രതികൾക്ക് 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് K കമനി ശിക്ഷ വിധിച്ചത്. കുറ്റൂർ സ്വദേശി രഞ്ജിത്ത് എന്ന അരുണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കാവുങ്ങൽ അക്രോ എന്ന വിപിൻ, പെരിങ്ങാട് വീട്ടിൽ മുജു എന്ന സുമേഷ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 2010 കേസിനാസ്പദമായ സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ രഞ്ജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റൂർ സുധാകരൻ കൊലക്കേസിനെ തുടർന്നുണ്ടായ പല കേസിൽ അവസാനം നടന്നതാണ് അരുൺ എന്ന രഞ്ജിത്തിന്റെ കൊലപാതകം. സുധാകരന്റെ സഹോദരപുത്രനാണ് അരുൺ. വിയ്യൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ CI രാജുവാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 30 സാക്ഷികളെ വിസ്തരിച്ചു. 18 തൊണ്ടിമുതലുകൾ ഹാജരാക്കി. ശാസ്ത്രീയ തെളിവുകളും കേസിന് ബലം നൽകി. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. ക്രമസമാധാന പാലനത്തിന്റെയും കേസന്വേഷണങ്ങളുടെയും നിരന്തരമായ വിശ്രമമില്ലാത്ത ജോലി തിരക്കിനിടയിൽ ടൂറ് പോകാൻ കമ്മീഷണർ അനുമതി കൊടുത്തതോടെ മൂന്നാറിൽ കറങ്ങിയടിച്ച് മടങ്ങിയെത്തിയതിന്റെ ത്രില്ലിലാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിലെ പോലീസുകാർ. കർത്തവ്യ നിർവഹണത്തിന്റെ തിക്കിനും തിരക്കിനുമിടയിൽ ഒരു മാനസിക ഉല്ലാസം തേടി വിനോദയാത്ര പോകാൻ അനുവാദത്തിനായി അപേക്ഷ നൽകുമ്പോൾ ആശങ്ക പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. ദൈനംദിന ഡ്യൂട്ടിയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി പല വഴികളും ആലോചിക്കുന്നതിനിടയിലാണ് നമുക്ക് സ്റ്റേഷനിൽ നിന്നൊരു യാത്ര തരപ്പെടുത്തിക്കൂടാ എന്നൊരാശയം പോലീസുകാർക്കിടയിൽ ഉണ്ടായത്. കമ്മീഷണർക്ക് അനുമതി കിട്ടാനായി അപേക്ഷ കൊടുക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ സേനാംഗങ്ങളിൽ പലർക്കും അനുമതി ലഭിക്കുമോ എന്ന സംശയവും ആശങ്കയും ഉണർന്നു. വിവരമറിഞ്ഞ കുന്നംകുളം സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ് ഏറെ സന്തോഷത്തോടെ അപേക്ഷ അനുമതിക്കായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖിന് സമർപ്പിക്കുകയും സ്റ്റേഷനിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലും തടസ്സം വരാത്ത രീതിയിൽ സേനാംഗങ്ങൾക്ക് ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്കുള്ള അനുമതി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് അംഗീകരിക്കുകയും ചെയ്തു.
മൂന്നാർ, മാങ്ങുളം എന്നീ സ്ഥലങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ സന്ദർശിച്ച് ആസ്വദിച്ചു വരുന്ന സ്റ്റേഷനിലെ പോലീസുകാർ ഏറെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ്. ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമാണെന്നും അതിനാൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രയാണെന്നും സേനാംഗങ്ങൾ അറിയിച്ചത്. ഓരോ സേനാംഗങ്ങൾക്കും ഒരു ദിവസത്തിനുള്ളിൽ ലഭിച്ച റിഫ്രഷ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസുകൾക്കും പരിശീലനങ്ങൾക്കും നൽകാൻ കഴിയാത്ത ഒന്നായിരുന്നുവെന്ന് പലരും സന്തോഷത്തോടെ അഭിപ്രായപ്പെട്ടു. എന്തായാലും തന്റെ സഹപ്രവർത്തകരുടെ ആഗ്രഹം മാനിച്ച് അവരെ ബ്യൂട്ടിഫുള്ളായ ഒരു യാത്രയ്ക്ക് പറഞ്ഞയച്ച തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസ്. കുന്നംകുളം കുടുംബ കോടതി കേസുകളിൽ കൌൺസിലിംഗ് നടത്താൻ ദിവസവേതന അടിസ്ഥാനത്തിൽ അഡീഷണൽ ഫാമിലി കൌൺസിലർമാരുടെ പാനലിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ഫാമിലി കൌൺസിലിംഗിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും യോഗ്യതയാണ്. ബയോഡാറ്റ സഹിതം ജഡ്ജ്, ഫാമിലി കോടതി, കുന്നംകുളം 680503 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 21 മുൻപായി അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0488 52983990 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 16,295 രൂപ, പവന് 1,30,30,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ കോൺഗ്രസ് BJP കൂട്ടുകെട്ട് വീണ്ടുമെന്നും ആരോപണം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അംഗം മിനിമോൾ പുതിയ വൈസ് പ്രസിഡന്റ്. വോട്ടെടുപ്പിൽ BJP മിനിമോൾക്ക് വോട്ട് ചെയ്തു. മറ്റത്തൂരിലേത് കോൺഗ്രസ് BJP സഖ്യമെന്ന് സ്ഥിരീകരിക്കുന്നതാണ് നല്ലതെന്നും LDF. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മുള്ളൂർക്കര വണ്ടിപ്പറമ്പ് മണ്ഡലം കുന്നിൽ സഹോദരിമാരുടെ ആത്മഹത്യാ ശ്രമം. സഹോദരിമാരായ 3 പേരാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച 75 വയസ്സുകാരി സരോജിനി മരിച്ചു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. പെൻഷൻ പരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ പുതിയതായി വിരമിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന വാലിഡേഷൻ ആക്ട് 2025 എന്ന കേന്ദ്ര നിയമം റദ്ദാക്കണമെന്ന് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.